ആരാധന. വാഗ്ദാന പീഠമേ സ്വർഗീയ പൊൻമലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദം പരമാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ ഒരു ഇടത് കൈ നെഞ്ചത്ത് വെച്ച് വലത് കൈ ശിരസിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിലെയും രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിലുള്ളവരും ഇതേ തന്നെ ക്രിയകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ വചനം ഇത്രയും നേരം കേട്ടതാണ്. ഉടമ്പടിയിൽ എങ്ങനെയാണ് പുരോഗമിക്കേണ്ടതെന്ന് നമ്മളെല്ലാം പഠിച്ചതാണ്. കർത്താവേ, അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമായിരിക്കുന്ന അങ്ങയുടെ സഭ അങ്ങേ നാഥനും രക്ഷകനെ ഏറ്റുപറഞ്ഞുകൊണ്ട് ശിരസിൽ അവരുടെ കൈകൾ വെച്ചിരിക്കുന്ന കർത്താവേ അവിടെ കൈകളെ കർത്താവ് നിന്റെ തിരുമുറുപാടുന്ന അണിപ്പെടുതാറുന്ന അത്ഭുത കൈകളായി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിപ്പിണർ പോലെ വൈതാക്കാലം ദൈവികമായ സത്യം അവർക്ക് ആവശ്യിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെശുകളിലും രോഗാതുരമായ എല്ലാ പെശങ്ങളിലും കൊശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, suck with the precious blood, Lord, and peace spirit, I command you in the name of Jesus Christ to be healed. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീക്കണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മകളെ ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര്, വിസ ഒത്തുവരാത്തവര്, PR കിട്ടാത്തവര്, തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്നവര്, കയറിപ്പോകാൻ ഉദ്യമിക്കുന്നവര്, ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, PSC പോലുള്ള ടെസ്റ്റുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റാങ്ക് ലിസ്റ്റ് ഉള്ളവർ, അപ്പോയിൻമെൻറ്റ് പ്രതീക്ഷിക്കുന്നവർ, ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, സാമ്പത്തിക കടമുള്ളവർ, വസ്തു വിൽക്കാൻ പോകുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, കല്യാണം വിടുവിക്കാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ദുർനടപ്പുള്ളവർ, തെറ്റായ പ്രണയത്തിൽ പെട്ടുപോയവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ കേസിലായവർ, പോസ്കോ പോലുള്ള കേസിൽ ചെന്ന് കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, മറ്റു തരത്തിലുള്ള കേസ് അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരുടെ മേഖലകളിലും കർത്താവിൻ്റെ കൃപ, വരുമാനത്തിൻ്റെ മാർഗങ്ങൾ, കർത്താവ് ഇടപെടാനുള്ള ഡേറ്റുകൾ എല്ലാം നിശ്ചയിച്ചിട്ടുള്ളവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെന്ന് കർത്താവേ, അങ്ങനെ തിരുമുറവാർന്ന് വലതുകരം മക്കളെ സ്ഥിതി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വീട് കർത്താവേ, ജീവിക്കാനുള്ള മാർഗമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, വരാത്തവർ കർത്താവ്, വ്യത്യസ്തങ്ങളായ വിഷമതകളുടെ വേദന അനുഭവിക്കുന്നവർ, സമാധാനം ഇല്ലാത്തവർ, കുടുംബസമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ ഒത്തുവരാത്ത കല്യാണങ്ങൾ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് രോഗങ്ങളുള്ള, തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, വഴക്കുള്ളവർ, അതിഥി തർക്കമുള്ളവർ, കേസ് അകപ്പെട്ടിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക കടങ്ങളുള്ളവർ, എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്ന ഇടിമ കർത്താവിൻ്റെ വലിയ ശക്തി ഈ നിമിഷം ഇടപെട്ട് വരികയും മാരക രോഗങ്ങൾ, തീരാവേദിക ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ
ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാമത്തെ, പിതാവായ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളുടെ സ്വകാര്യമായ വിഷയങ്ങൾ, ഉടമ്പടി വെച്ച് പോയ കാര്യങ്ങൾ ഇപ്പോഴും നടക്കാത്തതുണ്ടെങ്കിൽ അത് മൗനമായിട്ട് ആരാധനയെ പറയേണ്ട സമയമാണ്. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശതാധിപനെ പോലെ ദൈവസ്നേഹത്തോടെ ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ഈശോയ്ക്ക് സ്വീകാര്യമായൊരു ഭവനം, ദൈവത്തിൻ്റെ കൂടാരം നിർമ്മിച്ചുകൊണ്ട് കൃപയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.